ഹലോ ഗൈസ്, ദൈവമേ എന്നെ പേടിപ്പിക്കല്ലേ. ഹലോ ഗൈസ്, വെൽക്കം ടു പെളിവാണി ഷോ. യെസ്, വെൽക്കം ടു. ഞാൻ പേടിച്ച് ഞാൻ എന്റെ ഒച്ചയ്ക്ക് എന്ത് പറ്റിയെന്നാണ് ഞാൻ ആലോചിച്ചത്. അപ്പൊ ഇങ്ങനെയാണല്ലേ ഞാൻ എപ്പോഴും ഹലോ പറയണത്. അപ്പൊ എന്തായാലും ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് എന്താണ് ചെയ്യാൻ പോകുന്നത്? Q&A ചെയ്യാൻ പോകുന്നത്. കുറേ മാസങ്ങൾക്ക് ശേഷം കുറേ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ഞങ്ങൾക്ക് ഇങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഫിൽറ്റർ ചെയ്ത് നമ്മൾ സ്ഥിരം ചെയ്യുന്ന നമ്മുടെ Q&Aയിലേക്ക് വെൽക്കം. സോ ഷോ കാണുന്നതിന് മുൻപായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് എന്തായാലും വെൽക്കം വൺസ് അഗൈൻ. അപ്പോൾ തുടങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? നിലാസ് ഹോബീസ് ആൻഡ് സിമിലാരിറ്റീസ് ബിറ്റ്വീൻ നില ആൻഡ് ക്വസ്റ്റ്യൻ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയല്ല വായിക്കേണ്ടത്, ഇങ്ങനെയല്ല, ശരിക്കും വായിക്കി. അതല്ലേ ക്വസ്റ്റ്യൻ? ഓ, അത്രേ ഉള്ള. അതെ, ഓക്കെ. അപ്പൊ അതുപോലെ വായിക്കുക. അപ്പൊ ഞാൻ വിചാരിച്ചത് എന്തോ നീ ഒരു കുട്ടി അയച്ചിരിക്കുകയാണ്. ഓ, ആ കുട്ടിയുടെ പേര് എന്താണ്? ബ്ലിസ്ഫുൾ കിറ്റി 5316. ബ്ലിസ്ഫുൾ കിറ്റി. കിറ്റി. ശരിയെന്നാ. ഓക്കെ. നിലയുടെ ഹോബിയും സിമിലാരിറ്റീസ് ബിറ്റ്വീൻ നില ആൻഡ് നിറ്റാര. നിലാസ് ഹോബി എന്താണ്, പിന്നെ സിമിലാരിറ്റീസ് ബിറ്റ്വീൻ നില ആൻഡ് നിത്താര. ആദ്യം ഞാൻ രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം പറയാം. രണ്ടുപേരും ഏകദേശം ഒരേപോലെ ഇരിക്കുന്നത് കാണാൻ. പഴയ ഫോട്ടോസ് ഒക്കെ എന്താ പറയാ, ഐ ഫീൽ ലൈക്ക് ദ വെരി സിമിലർ. ആദ്യമൊക്കെ ഒരേപോലെയാന്ന് ഞാൻ ഇവരെല്ലാവരും പറയുമ്പോൾ ഞാൻ വിചാരിച്ചു ചുമ്മാ പറയാം. ലൈക്ക് എനിക്കത് അത്രയും ഫീൽ ചെയ്തില്ല. പക്ഷെ ഇവര് വലുതാവും തോറും ഐ എം ആക്ച്വലി ഫീലിംഗ് വെരി ഭയങ്കര ഒരു സിമിലാരിറ്റി കുറേ ഉണ്ട്. സ്വഭാവത്തിലും കുറച്ചൊക്കെ സിമിലർ ആണ്. ഇല്ല, നിറ്റാര കുറച്ചുകൂടി എന്നെ പോലെ നല്ല കുട്ടിയാണ്. പാവമാണ് നിത്താര. ആക്ച്വലി ഒരു സ്വീറ്റ് പാവം കുട്ടിയാണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അത് കമ്പയർ ടു നില ആൻഡ് ദ റെസ്റ്റ് ഓഫ് ദ ബേബീസ്. റെയിൻ ബേബിയും കായ് ബേബിയൊക്കെ ഉള്ളപ്പോൾ ഒബ്വിയസ്ലി ഇവളല്ലേ കുഞ്ഞത്. അപ്പോൾ ഒരു 3 മാസമൊക്കെ കഴിയിട്ട് അറിയാം. അതെ. പിന്നെ നിലയുടെ ഹോബീസ് എന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ വീട്ടിലൊരു പ്ലേ റൂം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സോ അതിനകത്ത് കിച്ചൺ സെറ്റും മറ്റേ സെറ്റും എല്ലാ സെറ്റും റെഡിയാണ്. അപ്പം ഇടയ്ക്കിടയ്ക്ക് അവിടെ പോയി തനിയേ ഇരുന്ന് കളിക്കണതാണ്. ലൈക്ക് ഷീ ഡസൻറ്റ് നീഡ് എനി വൺ. ഇടയ്ക്ക് നമുക്ക് ദോശ ഓർഡർ ചെയ്താൽ അത് കുറച്ച് നേരം അവിടെ പോയി ദോശയൊക്കെ ഉണ്ടാക്കി ഞങ്ങൾക്ക് കൊണ്ടുവന്ന് തരും. അതേപോലെ എന്തെങ്കിലുമൊക്കെ ഓർഡർ ചെയ്താൽ ഞങ്ങൾക്ക് ഗ്ലാസ്സിലും പാത്രത്തിലൊക്കെ തന്ന് മമ്മി ബാ എന്നൊക്കെ വേണ്ടി ഞങ്ങളും പോയിരുന്നു കളിക്കും. പിന്നെ ഹോബി അവർ പുറത്ത് പോയി കളിക്കുകയോ എല്ലാം ചെയ്യും. കൂടുതൽ പ്ലേ റൂമിലാണ് ഇപ്പോൾ കൂടുതൽ. പക്ഷെ നമ്മൾ എത്ര ക്ലീൻ ചെയ്തിട്ടാലും അതിനെ അലമ്പാക്കാൻ മിടുക്കിയായിട്ട് വന്നിരിക്കുകയാണ്. പക്ഷെ കുഴപ്പമില്ല. ഐ തിങ്ക് കിഡ്സ് ആർ സപ്പോസ് ടു ബി മെസ്സി. സോ യാ, ഫേവറേറ്റ് ഹോബി ഫോർ നില ഇസ് പ്ലേയിങ് ഇൻ ദ പ്ലേ റൂം. ശ്രീനി, പിന്നെ വേറൊരു കാര്യം, സിമിലാരിറ്റി ബിറ്റ്വീൻ മീ ആൻഡ് നിത്താര ആൻഡ് നില. ഞാനാണോ ആരാ കൂടുതൽ നിത്താരയും നിലേനെയും പോലെ? നില ഇപ്പം നിന്റെ പോലെ. നിത്താര എന്താ വെറും പാളുകൂടി മാത്രമല്ലല്ലോ, അതുകൊണ്ട് ഓക്കെ. എനിക്ക് തോന്നുന്നു കാണാനൊക്കെ നിറ്റാര എന്നെ പോലെ കുറെ പേര് ആരും പറയാറില്ല എന്നെ പോലെ കാണാൻ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടൊക്കെ ചോദിക്കുന്നത്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൗ ഡു യു ഫീൽ ഡ്യൂറിങ് ദ മൊമെന്റ് ദാറ്റ് യു റിയലൈസ് നില ബേബി ഈസ് ഗോയിങ് ടു ബി ആൻ എൽഡർ സിസ്റ്റർ? ഓക്കെ. അത് അയച്ചത് ഗൗരി ഗോപൻ. എന്താണ് ശ്രീനിക്ക് തോന്നിയത്? നിലു വലിയ ചേച്ചി ആവാൻ പോണു എന്നൊക്കെ ഉള്ളൊരു അറിഞ്ഞ സമയത്തുള്ളൊരു ഫീലിംഗ്. അതായത് അവൾ ഓൾറെഡി ഇപ്പം 3 വയസ്സായിട്ടല്ലോ, പക്ഷെ ഇപ്പോഴേ നല്ല കെയറിങ്ങും. നിറ്റാരനെ ഭയങ്കര ഏതോ വലിയ ചേച്ചി പോലെയൊക്കെ കാണിച്ചാണ്. അതെ അതെ. അപ്പൊ അതില് എൻ്റെ ചേച്ചിയൊക്കെ മേ ബി ഇങ്ങനെ ആയിരിക്കും അല്ലേ? നീയും റേച്ചലിനെ ഇങ്ങനെയാണോ നോക്കിയായിരുന്നു? എടുത്തെറിയുമായിരുന്നു എന്നൊക്കെ മമ്മി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഐ തിങ്ക് നിത്താരയും നിലവും തമ്മിലുള്ള ഒരു ബോണ്ടിങ് ഭയങ്കര സ്വീറ്റാണ്. അതായത് ഞാനൊരു ഇൻസിഡൻറ്റ് പറയാം. ഇപ്പം ഞാനും നിലവും നിത്താരയാണ് ഒരുമിച്ച് ഇറങ്ങുന്നത്. ശ്രീനി വേറെ റൂമിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് ചില ദിവസം രാത്രി നിത്താര എൻ്റെ കൂടെ വന്ന് എൻ്റെ നിലയുടെ നടുക്ക് ഞാൻ കിടത്തി. മേ ബി ഫീഡിങ് ആയിരിക്കും, അല്ലെങ്കിൽ അവൾ വെറുതെ കിടത്തുമായിരിക്കും. അപ്പം നിലു ഉറങ്ങുമായിരിക്കും. ഷീൽ ബി സ്ലീപ്പിങ്. ഉറക്കത്തിൽ പതുക്കെ എഴുന്നേറ്റ് നിത്താരനെ കണ്ണടച്ചുകൊണ്ട് വേഗം വന്നിട്ട് ഒരു ഉമ്മ കൊടുത്തിട്ട് നിത്താരനെ കെട്ടിപ്പിടിച്ച് കിടക്കുക. ആ ഉറക്കത്തിൽ പോലും നിത്താരനെ അവൾക്ക് ഉമ്മ വയ്ക്കണം. ഇന്ന് രാവിലെ അത് തന്നെ. അവളും ഒരു കൊച്ചു. അപ്പം ഞാൻ അല്ലെങ്കിൽ 2 കുഞ്ഞുങ്ങളാ, പക്ഷെ
ദ വേ അവരുടെ ഒരു ബോണ്ട് കാണാൻ ടച്ച് വിട്ട് ഇറ്റ്സ് ഭയങ്കര ഒരു നല്ല രസമാണ് അവരുടെ ആ ഒരു. അതേസമയത്ത് നിത്താര ഓൾസോ, നിത്താരയും ഭയങ്കരമായിട്ട് ഇങ്ങനെ മണത്ത് നിലുയുടെ മുടി, ഞാൻ എപ്പോഴും പറയും നിലു മുടി കെട്ടിവെക്ക്, ബിക്കോസ് ഇവള് ഉമ്മ വയ്ക്കുമ്പോൾ മുടി നിത്താരയുടെ മുഖത്താ. അപ്പം ഞാൻ വിചാരിച്ചു നിത്താരയ്ക്ക് അത് ഡിസ്റ്റർബൻസ് ആവുന്നു, പക്ഷെ നിത്താരയും അതൊരു ഇക്ലി പോലെ കാണിച്ച് അത് മണത്ത് രണ്ടുപേരും ഒരു ഭയങ്കര ബോണ്ടാണ്. രാവിലെ ഇന്ന് അവർ കെട്ടിപ്പിടിച്ചാണ് കിടന്നത്. അപ്പം ഞാൻ എഴുന്നേറ്റ് പോകുമ്പോൾ നിലു നോക്കിക്കോണേ എന്ന് പറഞ്ഞാൽ ഷീ വിൽ ടേക്ക് കെയർ ഓഫ് ദ ബേബി. ഭയങ്കര പ്രൊട്ടക്റ്റീവും ആണ്. അതേ സമയത്ത് ഭയങ്കര നിത്താരയുടെ അടുത്ത് അവളുടെ മൂവ്മെന്റ്സ് ഒക്കെ സ്ലോ ആ. ഹാവ് യു നോട്ടിസ്ഡ്? ഭയങ്കര ബഹളത്തിനിടയിലും നിത്താര അടുത്ത് വന്ന് അവളുടെ കൈ അനങ്ങുന്നതും ഒക്കെ സ്ലോ, ടച്ചിങ്ങും ഒക്കെ സ്ലോ. അവളെ സ്ലോ ആവും. അതേസമയത്ത് ദൂരെ പോകുന്നതോടെ അവളുടെ സ്പീഡ് കൂടും. അപ്പം ഐ തിങ്ക് ആ ഒരു സെൻസിബിലിറ്റി ഇപ്പോഴേ നിലവിലുണ്ട്. സോ ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു സൈഡ് ഓഫ് നിലേനെ ഞങ്ങളിപ്പോൾ പെട്ടെന്ന് ആസ് എ ബിഗ് സിസ്റ്റർ ഷീ ഈസ് ഷോയിങ് ഇറ്റ് ടു അസ്. Can we expect Pearly Mani podcast anytime soon? Also, just a suggestion, can you do something where you collaborate with other people from the industry? YouTube creators, celebrity friends, your family. Basically, people who are charismatic or have achieved something in life. Not necessarily fame or money. And create some form of content revolving around that. Zeus ആണ്, Zeus 9344 ഇവരാണ്. ഈ അക്കൗണ്ട് നമ്പറാണ്, അക്കൗണ്ട് നെയിമാണിത്. സോ ഡെഫിനറ്റ്ലി ഈ പോഡ്കാസ്റ്റ് ഞാൻ പറഞ്ഞില്ല, നമ്മുടെ ഒരു ഗ്രോത്ത് ആണ് നമ്മുടെ ടാർഗറ്റ്. നമ്മുടെ പോഡ്കാസ്റ്റിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ആൻഡ് ഇപ്പം ഞാൻ ശരിക്കും ഒരു 3 months കഴിഞ്ഞിട്ടില്ല, ഇപ്പോഴും ഡെലിവറി കഴിഞ്ഞിട്ട്. എൻ്റെ മനസ്സിലൊരു 3 months വരെ ഒരു കണ്ടന്റും ചെയ്യരുത്, ഫുൾ ടൈം വീട്ടിൽ ഇരിക്കണം എന്നൊക്കെയാണ് ഞാൻ ശ്രീനിയുടെ അടുത്ത് പറഞ്ഞിരുന്നത്. പക്ഷേ നിങ്ങൾക്ക് എന്നെ അറിയാമല്ലോ ഗൈസ്, രാവിലെ തന്നെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഐഡിയാസ് വന്നാൽ പിന്നെ അത് ചെയ്യണം. ഈവൻ ഇഫ് ഐ എം നോട്ട് ഫീലിംഗ് ഫിസിക്കലി വെൽ, ഐ വുഡ് സ്റ്റിൽ പുഷ് മൈ സെൽഫ്. അതെന്താണെന്നറിയില്ല, ഐ ലൈക്ക് ഇറ്റ് ദാറ്റ് വേ. പിന്നെ നിത്താരയും കംഫർട്ടബിൾ ആണ് വിത്ത് ട്രാവലിംഗ്. പക്ഷേ ഫുൾ ഫ്ലെജ്ഡ് ആയിട്ട് ബൈ മെയ് ആ ടൈമൊക്കെ ആകുമ്പോഴായിരിക്കും നമ്മൾ തുടങ്ങുന്നത്. സോ പോഡ്കാസ്റ്റ് ഡെഫിനറ്റ്ലി വി ആർ പ്ലാനിങ്. പോഡ്കാസ്റ്റ് ഇസ് മീ ആൻഡ് യു ഗൈസ് എന്നുള്ളൊരു ഫീലിലാണ് ഞാനിപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഗസ്റ്റ് യെസ്, ആരെങ്കിലും നമുക്ക് ഇൻസ്പയറിങ്, അതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല. പക്ഷേ സിൻസ് യു ഹാവ് ഇങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞ സ്ഥിതിക്ക് ഡെഫിനറ്റ്ലി നമ്മൾ കൺസിഡർ ചെയ്യുന്നതായിരിക്കും. സോ താങ്ക് യു ഫോർ ദ സജഷൻ. അടുത്തത്, what will be your advice to Nilu and Nitara if any of them gets a chance in Big Boss season 30? അത് ശ്രീനി തന്നെ പറ. അച്ഛനോട് ചോദിക്കുന്നത് ഞാൻ പറയും, നിങ്ങളുടെ ഡാഡി സംഭവിച്ചാൽ ഞാൻ വിടാം. ബിഗ് ബോസിലൊക്കെ പോട്ടെ, എനിക്ക് പോയിട്ടല്ല ഇതുപോലെ ഒരാള് കിട്ടിയത്. അങ്ങനെയല്ല, സീസൺ 30 സമയമുണ്ട്. അവർക്ക് 30, നിലുന് 33 വയസ്സും. അല്ല, സീസൺ 30 ഇപ്പൊ ഓൾറെഡി 6 സീസൺ ആയി. എത്രയായി? 26 വയസ്സ്, 23 വയസ്സാണ്. എന്തായാലും ഞാൻ വിടില്ല കേട്ടോ. ഞാൻ അമ്മയല്ലേ, അമ്മമാര് പൊതുവെ നോയെ പറയുന്നത്. I'll be the typical mother. വേണ്ട, എന്നിട്ട് ഞാൻ മുഖം വീർപ്പിച്ചിരിക്കും. സോ ഇതിൻ്റെ ഇടയിൽ ഒരു ചെറിയ ബ്രേക്ക് ഞങ്ങൾ എടുത്തു. ഒരു പുതിയ അതിഥി നമ്മുടെ അടുത്തുണ്ട്. അധികം ഒച്ചയിടുന്നില്ല, ഉറങ്ങി, പാല് കുടിച്ച്. നല്ല ലൈറ്റ് ഇഷ്ടമല്ല, അതുകൊണ്ട് കണ്ണിലിങ്ങനെ വെച്ചേക്കാം. അപ്പോ ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം കേട്ടോ. ഇവളെ കുറിച്ചാണ് എനിക്കറിയാം. Nitara is a variety name. Why you choose that name? Is there any connection with your name? And what is the meaning behind the name, just like Nila? നിത്താര എന്ന പേര് എപ്പോഴാ നമ്മുടെ തലയിൽ വന്നത്? ഡെലിവറി ടൈമിൽ നടക്കുന്ന സമയം, ഡെലിവറിക്ക് തൊട്ട് മുമ്പ് ആ വേദനയിൽ ഇരുന്നിട്ടാണ്. അതേസമയത്ത് നിലയുടെ പേര് ഞാൻ നേരത്തെ എനിക്ക് കിട്ടിയായിരുന്നു. പക്ഷെ നിത്താരയുടെ പേര് എനിക്ക് ലാസ്റ്റ് മിനിറ്റ് വരെ ഞാൻ ബ്ലാങ്ക് ആയിരുന്നു, എനിക്ക് ഒരു പേരും കിട്ടുന്നില്ലായിരുന്നു. ആൻഡ് ദെൻ താര എന്നുള്ള പേര് ഞാൻ ശ്രീനി അടുത്ത് പറഞ്ഞിരുന്നു. നില ആൻഡ് താര എന്ന് വെച്ചാൽ സ്റ്റാർ. പക്ഷെ നീ താര എന്നുള്ളത് നിലയുടെ NI ആൻഡ് TAR. പക്ഷെ ഐ ഓൾസോ ഗോട്ട് ടു നോ ഇതിന് വേറെ അർത്ഥമുണ്ട്. എന്താണ് ഡീപ്പ് റൂട്ടഡ്, അങ്ങനത്തെ ഒക്കെ ഒരു മീനിങ് ഉണ്ടെന്ന് കേട്ടു. പക്ഷെ എൻ്റെ മനസ്സിൽ ശരിക്കും നിലയുടെ NIയും നില ആൻഡ് സ്റ്റാർ താര അങ്ങനെയായിരുന്നു.
സോ ഐ ഫീൽ ദാറ്റ് വാസ് വെരി ക്യൂട്ട്. ആ പറയുമ്പോൾ തന്നെ എനിക്കൊരു കണക്ഷൻ ഫീൽ ചെയ്ത് ആ പേരായിട്ട്. ആൻഡ് ഐ വാസ് ടെല്ലിങ് ശ്രീ ജസ്റ്റ് ബിഫോർ പറഞ്ഞ ഡെലിവറി, ഉടനെ ഞാൻ ഓക്കെ പറഞ്ഞു. ശ്രീനി അപ്പൊ തന്നെ എസും പറഞ്ഞു. യാ, അപ്പൊ അങ്ങനെയാണ് ഇവൾക്ക് നിതാര എന്ന് പേര് വന്നത്. അതെ. ശരി, അടുത്ത ക്വസ്റ്റ്യൻ പോവാം. ഹൗ ഇസ് യുവർ ഡേ ഇൻ യുവർ ലൈഫ് വിത്ത് 2 babies ആൻഡ് ഹൗ യു മാനേജ് യുവർ ലൈഫ് വിത്ത് ബേബീസ്, ജോബ് എക്സെട്ര? ഇത് ഭയങ്കര ഫണ്ണാണ് ആക്ച്വലി. ഞാൻ പ്രതീക്ഷ അത്ര ടഫൊന്നും അല്ല. ഇറ്റ്സ് ഇഫ് യു ലേൺ ടു എൻജോയ് ഇറ്റ് ദെൻ യു വിൽ എൻജോയ്. ഡെഫിനറ്റ്ലി ദർ ബി ടഫ് ഡേയ്സ് ഉണ്ടാവും, ഈസി ഡേയ്സ് ഉണ്ടാവും, ഡിപ്പെൻഡിങ് ഓൺ വാട്ട് കൈൻഡ് ഓഫ് ഡേ. പക്ഷെ ഞാൻ ഇപ്പോഴും ആലുവയിലായതുകൊണ്ട് ഇതിനൊരു കറക്റ്റ് ഉത്തരം തരാൻ പറ്റില്ല. പക്ഷെ തൽക്കാലം ഒരു ഡേ ഇൻ മൈ ലൈഫ് വാവകളെ വെച്ചിട്ട് എങ്ങനെയാണെന്നുള്ളത് ഞാനൊരു വ്ളോഗ് ചെയ്യുന്നുണ്ട്. ഞാൻ അതിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് മിക്കവാറും അടുത്ത് തന്നെ ആ വ്ളോഗ് ഞാൻ റിലീസ് ചെയ്യുന്നുണ്ടാവും. അതായത് ഹൗ ഐ ഹാൻഡിൽ 2 babies. പക്ഷെ ഡെഫിനറ്റ്ലി എനിക്ക് ഹെൽപ്പുണ്ട് വീട്ടിൽ, മമ്മി ഡാഡി അവരൊക്കെ ഉള്ളതുകൊണ്ട് ആസ് ഓഫ് നൗ എനിക്ക് വലിയൊരു പ്രഷർ ഫീൽ ചെയ്തില്ല. ഹലോ, ഞാനുണ്ട്, ശ്രീനി ഉണ്ട്, എല്ലാവരും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത്. ആസ് ഓഫ് നൗ എല്ലാം നല്ലതാണ്. പക്ഷെ അത് ഞാൻ ഈ വ്ളോഗിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ ജസ്റ്റ് എൻജോയ്, ബിക്കോസ് ഈ ഒരു ഏജ് നമുക്ക് തിരിച്ചു കിട്ടില്ല. ഞാൻ ഓൾറെഡി ശ്രീനിയുടെ അടുത്ത് പറയുന്നുണ്ട്, നീലു ഇപ്പം തന്നെ ഇൻഡിപെൻഡൻ്റ് ആയി, ഉറങ്ങാനാണെങ്കിലും എല്ലാത്തിനും. ശ്രീനിയുടെ കൂടെ ഫുൾ ടൈം ഉറങ്ങാനും ശ്രീനി മതി. അപ്പം തന്നെ എനിക്കൊരു സങ്കടമുണ്ട്, നീലു വലിയ കുട്ടി ആയോ ആൻഡ് ഷീ ഡസൻ വോണ്ട് മീ എനിമോർ എന്നൊക്കെ എനിക്ക് തോന്നാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഈ ഒരു ഏജ് നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യുക. ഇവർ സ്കൂളിലും ഒക്കെ പോയി തുടങ്ങുമ്പം കൂടുതൽ ഇവർ ഇൻഡിപെൻഡൻ്റ് ആകുമ്പോഴേക്കും നമുക്ക് ഇവരുടെ അടുത്തുള്ള കണക്ഷൻ പോകുന്നല്ല, പക്ഷെ ഈ ഒരു ഏജ് ഉണ്ടല്ലോ, ഈ കൈ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഏജ് നമ്മൾ ശരിക്കും മിസ് ചെയ്യും. ഐ ആം ജസ്റ്റ് എൻജോയിങ് ദിസ് ആൻഡ് ഒബ്വിയസ്ലി വർക്കും നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ട് ഐ എം ഓൾസോ എൻജോയിങ് മൈ വർക്ക് ആൻഡ് ബാലൻസിങ് എങ്ങനെയെങ്കിലൊക്കെ നടന്നോളും. എങ്ങനെയാണ് നടക്കുന്നേ എന്ന് നമ്മളുടെ അടുത്ത് ആരെങ്കിലും ഇപ്പോൾ ചോദിച്ചാൽ നമുക്കറിയില്ല, ഞങ്ങളെങ്ങനെയോ നടക്കുന്നു എന്ന് പറയുന്നത് പോലെ എങ്ങനെയാണ് നിങ്ങൾ നിൽക്കുമ്പോൾ ബാലൻസ് ചെയ്യണമെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരവുണ്ടോ? ഇല്ല, എങ്ങനെയോ അപ്പം നടന്നു പോകുന്നു. അത് ശരിക്കും നമ്മൾ കോൺഷ്യസ് ആയിട്ട് നടക്കാൻ നോക്കിയാൽ ചിലപ്പോൾ നമ്മുടെ താളം തെറ്റും. അതുകൊണ്ട് പോകുന്ന പോലെ അങ്ങോട്ട് പോട്ടെ, അത്രേ ഉള്ളൂ. നിങ്ങൾ രണ്ടാളും മാത്രമുള്ള ലൈഫിൽ നിന്ന് പാരൻസ് ആയപ്പോൾ വന്ന ചേഞ്ചസ് എന്തൊക്കെയാണ്? നല്ല പേരല്ലേ? പ്രതീഷ്ക രാജു. അപ്പൊ താങ്ക് യു പ്രതീഷ്ക. ഞങ്ങളുടെ 2 പേരുടെ ലൈഫിൽ എന്താണ് മാറ്റം വന്നത് ശ്രീനി പറഞ്ഞോളൂ. ഞാൻ അച്ഛനായി, നീ അമ്മയായി. അയ്യോ, ഒച്ചയായിരിക്കണം, അതുകൊണ്ട് മാറ്റങ്ങളായിട്ട് ഒന്നുമില്ല. 2 റെസ്പോൺസിബിലിറ്റി കൂടി, കുറച്ച് ഒരാളുണ്ട് നോക്കണം ഒരു അതുണ്ട്. അത്രയല്ലോ, ആക്ച്വലി ഒരു മാറ്റവും ഇല്ലെന്നുള്ളതാണ് സത്യം. ഞങ്ങൾ എൻജോയ് ചെയ്യാണ്. ഇന്നലെ രാവിലെ ശരിക്കും 4:30 വരെ ഞാനും ശ്രീനി ഉറങ്ങിയിട്ടില്ല. ഇതേ സാധാരണ നിലയിൽ വല്ലതും കാരണം കൊണ്ടാണ് ഉറങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ടെൻഷനോ. ഇത് നിത്താര ഉറങ്ങുന്നില്ല. അപ്പൊ നിത്താര ഉറങ്ങി വരുമ്പോഴേക്കും നിലു എഴുന്നേക്കുന്നു. ഇതിൻ്റെ ഇടയിൽ 2 പേരും ഞങ്ങളുടെ കയ്യിൽ. ഇപ്പം ശ്രീനി എടുക്കണം നിലുവിനെ രാത്രി എഴുന്നേറ്റ് കഴിഞ്ഞാൽ. അപ്പം ഞാൻ പറയും, ശ്രീനി പുതിയതായിട്ട് ഒന്നും പഠിപ്പിക്കണ്ട. അപ്പം ശ്രീനി ഓവർ കൊഞ്ചിക്കലാണല്ലോ. അപ്പം ശ്രീനി പറയാം, എനിക്ക് എൻ്റെ ഇപ്പം നിലു ശ്രീനിയായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആവുന്നത് ശ്രീനി ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഓവർ ആക്കുന്നുണ്ട്. പക്ഷെ എനിക്കതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. എങ്കിലും കുഴപ്പമില്ല. അതുകൊണ്ട് ഞാൻ രാത്രി കുറച്ചും കൂടി റിലാക്സ്ഡ്. എനിക്ക് നിത്താരയുടെ കാര്യം മാത്രം നോക്കിയാൽ മതി. പണ്ടത്തെ പോലെ ഞങ്ങൾ ട്രാവലിംഗ് ചെയ്യുന്നുണ്ട്. ഇപ്പം എവിടെയെങ്കിലും പോകണം തോന്നിയാൽ അങ്ങനെ തന്നെയാണ്. ഇപ്പം നിത്താരനെ വെച്ച് അങ്ങനെ അധികം പോയിട്ടില്ല. പക്ഷെ നിലുവിനെ വെച്ചിട്ട് ഐ എം വെരി കോൺഫിഡൻറ്റ് ദാറ്റ് ഐ ക്യാൻ ഗോ എനിവേ വിത്ത് ഹർ. ഒന്നും വലിയ മാറ്റങ്ങളൊന്നും ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ല. അതെ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ പോകല്ലേ. ഹൗ നില ട്രീറ്റ് ഹർ ലിറ്റിൽ സിസ്റ്റർ? അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഭയങ്കര ഓവർ സ്നേഹമാണ്. പണ്ട് ഞങ്ങൾ പുറത്തുനിന്ന് എവിടെയെങ്കിലും പുറത്തൊക്കെ പോയിട്ട് വീട്ടിൽ വരുമ്പോൾ നിലു ഞങ്ങളെ കാണുകയാണെങ്കിൽ ഫസ്റ്റ് നിലു ഞങ്ങളുടെ അടുത്ത് ഓടി വരാം. ഇപ്പം അങ്ങനെയല്ല, ഫസ്റ്റ് നിത്താരയുടെ അടുത്താണ് ഓടി പോകുന്നത്. എന്നിട്ട് കുറേ നേരം മുത്താനോ, അമ്മയുടെ മുത്താനോ, ചേച്ചി അങ്ങനെ എന്തൊക്കെയോ ഭയങ്കര ചേച്ചിയുടെ മുത്താനോ എന്നൊക്കെ പറയുന്നത്. അപ്പം നിത്താര ഇങ്ങനെ നോക്കും. അപ്പം ഭയങ്കര കൊഞ്ചിക്കലാണ് ഇവിടെ, ഭയങ്കര വലിയ ചേച്ചിമാരെ പോലെ. ആൻഡ് നിത്താര ഓൾസോ എൻജോയിങ് ഇറ്റ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ ഡു യു പ്രയോറിറ്റൈസ് തിങ്സ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഹാവിങ് ബേബി? ബിഫോർ ദർ വർ നോ പ്രയോറിറ്റീസ്. എനിക്ക് എല്ലാം പ്രയോറിറ്റി ആയിട്ട് തന്നെയായിരുന്നു. പക്ഷെ വാവ വന്നതിന് ശേഷം ഫസ്റ്റ് പ്രയോറിറ്റി വാവ. നേരത്തെ പ്രയോറിറ്റീസ് കെപ്റ്റ് ചേഞ്ചിങ്.
ഇപ്പോൾ ഒരു ജോലി ചെയ്യുകയാണെങ്കിൽ ആ ജോലിയാണ് അന്ന് എൻ്റെ പ്രയോറിറ്റി. ആ സമയത്ത് പ്രയോറിറ്റീസ് കെപ്റ്റ് ചേഞ്ചിങ്. പക്ഷേ വാവ വന്നതിന് ശേഷം ബേബീസ് ആർ ദ ഫസ്റ്റ് പ്രയോറിറ്റി ഓൾവേസ്. ദ സെക്കൻഡ് പ്രയോറിറ്റീസ് ആണ് പിന്നെ മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇന്ന് എനിക്ക് വർക്ക് ഉണ്ടെങ്കിൽ ഫസ്റ്റ് പ്രയോറിറ്റി ഈസ് സ്റ്റിൽ ദ ബേബി. ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് നമ്മൾ വർക്കിനെ പ്രയോറിറ്റി ചെയ്യുന്നു. അതുപോലെ പക്ഷേ ബിഫോർ ഹാവിങ് ബേബി പ്രയോറിറ്റീസ് വിൽ ഓൾവേസ് കീപ് ചേഞ്ചിങ്. യു ക്യാൻ ഗിവ് യു 150% ഫോർ ദാറ്റ് വർക്ക്. പക്ഷേ ബേബി വന്നു കഴിഞ്ഞാൽ മേ ബി വർക്കിൽ നമ്മൾ ടൈമും എഫേർട്ടും അത്ര പറ്റത്തില്ലായിരിക്കും. ബിക്കോസ് ഒബ്വിയസ്ലി യു ഹാവ് എ ബേബി. ഡെഫിനറ്റ്ലി അങ്ങോട്ടായിരിക്കും നമ്മുടെ ഫോക്കസ് പോകുന്നത്. പക്ഷേ ഐ എം മോർ ദൻ ഹാപ്പി ടു സേ ദറ്റ് ആ പ്രയോറിറ്റീസ് ഹാവ് ചേഞ്ച്ഡ്. അടുത്തത്, ഹൗ ഡു യു മാനേജ് ബോത്ത് പേഴ്സണൽ ലൈഫ് ആൻഡ് പ്രൊഫഷണൽ ലൈഫ്? ഇപ്പോൾ നമ്മൾ അതൊരു ബാലൻസ് കണ്ടുപിടിക്കണം. പ്രൊഫഷണൽ ലൈഫ് ആൻഡ് പേഴ്സണൽ ലൈഫിൽ ഇപ്പം നമുക്ക് ഭയങ്കരമായിട്ടുള്ള വർക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതിന് നമ്മൾ എഫേർട്ട് ഇട്ട് ചെയ്യണം. മൊത്തത്തിൽ നമ്മുടെ ഇപ്പോൾ ഒരു വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ മൊത്തത്തിൽ അത് കട്ട് ഓഫ് ചെയ്യാണ്ട് ചിലപ്പോൾ ഒരു പ്ലാനിങ് തന്നെ ആയിരിക്കും. ഇപ്പം നമുക്ക് ഫിസിക്കലി ഒരു സ്ഥലത്ത് പോയി ചെയ്യുന്ന വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ പേഴ്സണൽ ലൈഫിൽ എന്തെങ്കിലും ഇതുപോലെ വാവയാവുകയാണ് എങ്കിൽ വെൻ യു ആർ ഫ്രീ ജസ്റ്റ് റൈറ്റ് യുവർ വിഷൻ. അത്രയെങ്കിലും ചെയ്യാം. ഇപ്പോൾ വർക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എന്തൊക്കെയാണ് പ്ലാൻ, ഒരു 6 months കഴിഞ്ഞിട്ട് ഇങ്ങനെ. സോ യു ക്യാൻ വിഷ്വലൈസ് how you're going to visualize yourself in the future, what you are planning ahead. അപ്പം നമുക്കൊരു മോട്ടിവേഷൻ ഉണ്ടായിരിക്കും. അപ്പം ഇപ്പം നമ്മൾ ഒരു പ്ലാനും ഇല്ലാണ്ടാണ് ഇരിക്കുന്നതെങ്കിൽ ചിലപ്പോൾ നമുക്കതൊരു പെട്ടെന്നൊരു പാനിക്കൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അയ്യോ ഇനി എന്താണ് എന്നുള്ള ചിന്ത, എന്താണെന്നുള്ള ചിന്തേനെ നമ്മൾ ഫില്ല് ചെയ്യുക. അതൊരു ഗ്യാപ്പാണ്. എന്തായിരിക്കും എന്നുള്ളൊരു വേഗ്നെസ്. അപ്പം അത് നമ്മളായിട്ട് കോൺഷ്യസ്ലി നമ്മളത് ഫില്ല് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഒരു സബ് കോൺഷ്യസ് മൈൻഡ് അത് ഫില്ല് ചെയ്യും. സബ് കോൺഷ്യസ് മൈൻഡിൽ നെഗറ്റീവ് തോട്ട്സ് ആണുണ്ടെങ്കിൽ അറിയാണ്ട് നമ്മൾ നെഗറ്റീവായിട്ട് തന്നെ ആ ഒരു എന്തായിരിക്കും ഫ്യൂച്ചർ എന്നുള്ളതിനെ നെഗറ്റീവായിട്ട് അത് ഫില്ല് ചെയ്ത് തരും. ഇഫ് യു ആർ ഫീലിംഗ് നെഗറ്റീവ് യു ബിക്കം എ നെഗറ്റീവ് മാഗ്നറ്റ്. സോ വാട്ട് യു ഗോണ അട്രാക്ട്, നിങ്ങൾ ഇന്ന് എന്താണ് ഫീൽ ചെയ്യുന്നതിന് അനുസരിച്ചാണ് നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നത്. ഇതെനിക്ക് പറയുമ്പം നിങ്ങൾക്ക് വെറുതെ കേൾക്കുക, നിങ്ങളിത് വിശ്വസിക്കണമെന്നില്ല. പക്ഷേ ഇത് ഡെഫിനറ്റ്ലി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇമാജിൻ യു ആർ ഫീലിംഗ് പോസിറ്റീവ്, യു ആർ ഗോയിങ് ടു attract all the positive people, positive experiences, and keep saying this key word which is I am lucky. I am lucky. ആ ഒരു വേർഡിന് ഒരു പവർ എന്ന് വെച്ചാൽ ഒരു മാർഗവും കാണാത്ത സമയത്തും ഇഫ് യു ആർ ഫീലിംഗ് ലക്കി then you still will have hope that something beautiful or magical will happen. പെരിയോനേ റഹ്മാനേ, ആ പാട്ട് ഒരു പെങ്കുച്ച് പാടിയിട്ട് AR റഹ്മാൻ shared it. her life changed. ആ കുട്ടിയുടെ ലൈഫ് മാറി. ആ കുട്ടി എന്താണ് ചിന്തിച്ചതെന്ന് വേണം ആ കുട്ടീനെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾക്കാർ പോയി ചോദിക്കാൻ. ബിക്കോസ് ഡെഫിനറ്റ്ലി ഷീ വുഡ് ഹാവ് തോട്ട് സംതിങ് ബ്യൂട്ടിഫുൾ. ഹർ മൈൻഡ് വുഡ് ബി ക്ലീൻ. ഷീ മസ്റ്റ് ബി തിങ്കിങ് ദാറ്റ് ഐ ആം ലക്കി ആൻഡ് ഐ ഡിസേർവ് ഓൾ ദി സക്സസ്. ഷീ ഈസ് പ്രോബ്ലി ബിലീവിങ് ഇൻ ഹെർ സെൽഫ്. അത് അറിഞ്ഞോ അറിയാണ്ടോ ആ കുട്ടി ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് ആ കുട്ടിയുടെ ലൈഫിൽ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മൊമെൻറ്റ്. ഇറ്റ്സ് എ മാജിക്കൽ മൊമെൻറ്റ് അല്ലേ? സോ when you have talent, plus when you believe, plus when you really believe that you are lucky, magic starts happening in your life. Super. ഒരു ഗുളുഗുളു ടോക്സിനുള്ള കണ്ടന്റ്. പക്ഷേ അടുത്ത ക്വസ്റ്റ്യൻ, ഹു ഈസ് മോർ ക്രേസി, നില ഓർ നിതാര ഓർ പേളി? നില. പേളി ഉണ്ട്. ഞാനിപ്പോൾ ഞാൻ സത്യമായി എന്താ ഇങ്ങനെ ഇരിക്കണം എന്നറിയോ? 3 ദിവസം മുമ്പ് എന്റെ വായിക്കാത്തൊരു എനിക്കായിരിക്കും, ഞാനാണ് പറയണ്ടത്. പേളിയാണ് ഏറ്റവും മോർ ക്രേസി, പിന്നെ നില. ഇപ്പൊ നിറ്റാർ ഇവള് ചെറുതായതുകൊണ്ട് എനിക്ക് കാണിക്കാൻ തുടങ്ങിയിട്ടില്ല. ഞങ്ങള് ട്രെയിൻ ചെയ്തെടുത്തോണ്ടിരിക്കുവാണ് മോളെ. ഞങ്ങളെ വെല്ലണം കേട്ടാ. എന്നിട്ട് വേണം ശ്രീനീനെ നമുക്ക് തലക്കറി ഇരിക്കാൻ എല്ലാവർക്കും 3 പേർക്കും കൂടി. എന്റെ പല്ലിന്റെ കാര്യം പറ. അതെ, പേളിക്ക് ചൊത്തപ്പല്ലുണ്ട്, ചോക്ലേറ്റ് പല്ലുണ്ട്. അപ്പൊ അതൊക്കെ ക്ലീൻ ചെയ്ത് പല്ലിന് പറിച്ചെടുത്തു. ഇപ്പൊ ഒരു ആണി അടിച്ചു വെച്ച് പുതിയ പല്ല് ഇടാൻ വേണ്ടി ആണി കുത്തി വെച്ചിരിക്കുകയാണ്. സ്ക്രൂ കാണിക്ക്. അത് കാണുന്നില്ല ഗൈസ്. അതിന്റെ ഒരു ഫോട്ടോ ഞാൻ ഇവിടെ വെട്ടി ഒട്ടിക്കാം. ക്ലിങ് കണ്ടില്ലേ? ഇത് ഇത്രയും വലിയ ആണിയാണ്. ഇത് വെച്ചോണ്ടാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. 3 ദിവസം പോലും ആയിട്ടില്ല.
പെയിൻ കില്ലർ ഇന്ന് തീർന്നു പോയി. വാങ്ങിച്ചു തരാം. അല്ല അത് അത്ര തന്നാൽ മതി, അത് മതിന്ന്. അപ്പം ഇനി ആരും എൻ്റെ അടുത്ത് പേളിയുടെ ഒരു സ്ക്രൂ ലൂസാന്ന് പറയരുത്, അത് നല്ല ടൈറ്റായിട്ട് ഞാൻ ഓൾറെഡി. ഡോക്ടർ എന്നിട്ട് എൻ്റെ അടുത്ത് പറയണേ, പേളി ഈ ആണീനെ നമ്മൾ ശരിക്കും നോക്കിക്കോ. ഞാൻ പറഞ്ഞു എന്താ ഡോക്ടർ അങ്ങനെ, ലൈഫ് ലോങ് മോളുടെ കൂടെ ഉണ്ടാകുമ്പോൾ. ഞാൻ പറഞ്ഞു അപ്പം ശ്രീനി ഉണ്ടാവും, കൂടെ ഈ ആണി ഉണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ആണി വായിക്കാത്ത ഇതുപോലെ സ്ക്രൂ ഒക്കെ ഉള്ള ഒരു കമന്റ് ബില്ലോ. ഇത് നല്ല ക്വസ്റ്റ്യനാ. നമ്മുടെ ഫ്ലാറ്റിന്റെ അപ്ഡേറ്റ്സ് എനിക്ക് ക്ലീൻ ചെയ്യണം. ഏത് ഫ്ലാറ്റ്? പുതിയ ഫ്ലാറ്റ്. അതിപ്പം നടന്നുകൊണ്ടിരിക്കണ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കണ. കീ ഇപ്പൊ കിട്ടും. 24th കീ കിട്ടും ഈ മാസം. എനിക്ക് വയ്യ. പക്ഷെ ഇപ്പൊ പ്ലെയിൻ ആയിരിക്കും കേട്ടോ. ഇപ്പൊ ഒന്നും ഇന്റീരിയർ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. നമ്മൾ നല്ലൊരു ഇന്റീരിയർ കമ്പനീൻ്റെ തപ്പി നടക്കുകയാണ്. നല്ലൊരു ഇന്റീരിയർ കമ്പനി നിങ്ങൾക്കറിയാമെങ്കിൽ അവരുടെ ഒരു ലിങ്ക് വല്ല ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിലും കൂടി അയച്ചു തന്നാൽ മതി കേട്ടോ. വി ആർ ലുക്കിംഗ് ഫോർ വൺ ഓഫ് ദ ബെസ്റ്റ്. അതായത് എനിക്ക് കുറച്ച് മങ്കി ഐഡിയാസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ശ്രീനി ചെയ്യാൻ സമ്മതിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയർ ഡിസൈനാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. നത്തിങ് നോർമൽ. ഓക്കെ, അപ്പം ആരെങ്കിലും അറിയാമെങ്കിൽ സജസ്റ്റ് ചെയ്യൂ. പ്ലസ് 24th കീ ഹാൻഡ് ഓവറിംഗ് ആണ്. അപ്പോൾ അതിൻ്റെയും ഒരു ചെറിയ വീഡിയോ നമ്മൾ ഒബ്വിയസ്ലി അപ്ഡേറ്റ് നിങ്ങൾക്ക് തരുമല്ലോ. ശരിടാ. How is Nila, Nitara, Kai, Rain together? എല്ലാവരും സംഭവം ആ വീടേ ഒരു യുദ്ധക്കളം പോലെയാണ് എനിക്ക് ചില സമയത്ത് തോന്നാറ്. ചില സമയത്ത് രാത്രി 4 പേരും, ചില സമയത്ത് 4 പേരും രാത്രി എഴുന്നേക്കും. ആ ദിവസമൊക്കെ ഞാനിങ്ങനെ ഇതാണോ ജീവിതം എന്നൊക്കെ എനിക്ക് തോന്നാറുണ്ട്. പക്ഷെ കൊള്ളാം, നന്നായിട്ടുണ്ടടാ. അല്ലെങ്കിൽ സാധാരണ നമ്മൾ TV നെറ്റ്ഫ്ലിക്സ് ഒക്കെ കണ്ടാണ് 3 മണി വരെയൊക്കെ ഉറങ്ങാണ്ടിരിക്കുന്നത്. ഇത് പിന്നെ ഉപയോഗമുള്ള ഒരു ഉറക്കമില്ലായ്മയല്ലേ കൊച്ചുങ്ങളെ നോക്കാനും. ചിലപ്പോൾ ഞാൻ ഇവിടെ എണീറ്റിട്ട് പുറത്തേക്ക് വരുമ്പോൾ ഡാഡി കൊക്കോമെലിനും കണ്ടോണ്ടിരിക്കുന്നു. ഡാഡിയും അപ്പുറത്ത് കുഞ്ഞപ്പു, ഇപ്പുറത്ത് നിലു, ഡാഡി നടുക്കിരുന്നിട്ട് കൊക്കോമെലൻ. രാത്രി 3 മണിക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? 2 എഴുന്നേറ്റു. അപ്പോൾ അവർ അങ്ങനെ അതിൻ്റെ ഇടയിൽ കൈ ബേബി കാര്യം കൊണ്ടുവരും. ഇതിൻ്റെ ഇടയിൽ നിത്താരയുടെയും കൈ ബേബിയുടെയും കരച്ചിൽ ഒരേ സൗണ്ട് തോന്നിയിട്ടില്ലേ? ഞാൻ റേച്ചിൽ ഒരുമിച്ച് ഓടും. ഇതാരാന്നറിയാം, എന്താണെന്നറിയില്ല, ഇവർ രണ്ടുപേരും ഒരേ വോയിസിലാണ് കരയണത്. ആ പിച്ചും ഒക്കെ കറക്റ്റാ. എന്തായാലും നല്ല രസമുണ്ടടാ, സൂപ്പർ. ഒരു ദിവസം വേണമെങ്കിൽ വന്ന് താമസിച്ച് ഒരു ബേബി സിറ്റർ. അപ്പോൾ അത്രയല്ലോ ക്വസ്റ്റ്യൻസ്. ആക്ച്വലി ഒരു നല്ലപോലെ ക്വസ്റ്റ്യൻസ് കുറേ ഉണ്ടായിരുന്നു. എനിക്കിന്ന് പല്ലുവേന ഉള്ളതുകൊണ്ട് എല്ലാം ഒരു 2000 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതെല്ലാം ഞങ്ങൾ ചുരുക്കി റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഞങ്ങൾ അതിന്ന് ഒന്നായിട്ട് ചൂസ് ചെയ്യുകയാണ്. ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്സും കവർ ചെയ്തെന്ന് വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ അടുത്ത Q&Aയിൽ നമുക്ക് കാണാം. അപ്പൊ ഞാൻ എന്നെ പെയിൻ കില്ലർ കഴിക്കട്ടേടാ. ശരിക്കും ഡോക്ടർ പറഞ്ഞു അധികം സംസാരിക്കരുത്. ഇന്ന് ഞാൻ അധികം മിണ്ടിയില്ലല്ലേ. അത്രേ ഉള്ളു ഗൈസ്. പല്ല് പോയാലും കുഴപ്പമില്ല, സംസാരിക്കാൻ പറ്റും. വൈൻഡപ്പ് ചെയ്തോളൂ. ഓൾ റൈറ്റ്. അപ്പം ഇന്നത്തെ Q&A ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇനിയും ഞാൻ പറഞ്ഞില്ലേ മെയ് ഒക്കെ ആകുമ്പോൾ നമ്മൾ ഫുൾ ഫ്ലെജ്ഡ് ആയിട്ട് തുടങ്ങുന്നതായിരിക്കും. ഞങ്ങളുടെ കസിൻ സിസ്റ്റർ ശ്രദ്ധയുടെ കല്യാണമാണ് ഈ മാസം. അപ്പോൾ ഇന്ന് ഈ മാസമൊക്കെ അതിൻ്റെ തിരക്കും കൂടി ഉണ്ട്. എനിവേ എവ്രി വൺ, താങ്ക് യു സോ മച്ച്. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ. ഉറങ്ങി നല്ല ഉറക്കാം കണ്ട എന്നല്ലേ. ഒന്നും അറിയണ്ട, ലോകത്ത് എന്ത് നടക്കണമെന്ന് ഒന്നും അറിയാണ്ട് ഇങ്ങനെ ഉറങ്ങി. Love yourself the way you are. Love the world the way it is. Just go ahead and do your thing. Just believe. Ba 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 Holy Money Show. Believe in yourself. Do it. Love yourself the way you are. Love the world the way it is. Holy Money Show.